ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന സയ്യിദുൽ താബിഈൻ, താബിഈങ്ങളിൽ പ്രമുഖനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. ഹബീബിന്റെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട്. പ്രിയപ്പെട്ട ഉമ്മാക്ക് ഉവൈസ് എന്നവരില്ലാതെ ഉമ്മാക്ക് ഇരിക്കാൻ കഴിയില്ല. എവിടെ പോയാലും ഉവൈസ് എന്നവർ വേണം. മദീനയിലാണ് നബിയുള്ളത്. ഉവൈസ് റളിയല്ലാഹു അൻഹു കിടക്കുന്നത് യമനിലാണ്. യമനിൽ നിന്ന് ഉമ്മയോട് ചോദിച്ചു, ഉമ്മാ ഞാനൊന്ന് മദീന വരെ പോകട്ടെ, ഹബീബായ നബി ഒന്ന് കണ്ടുവരട്ടെയോ, അങ്ങ് സമ്മതം തരുമോ? മദീനയിലേക്ക് പോകുന്നതിന് കുഴപ്പമില്ല മോനെ, നീ എങ്ങാനും അവിടെ ചെന്ന് നേരം വൈകിയാൽ ഉമ്മാക്ക് ആരുണ്ട്? ഉമ്മ നേരം വൈകുകയാണെങ്കിൽ ഞാൻ ഉടനെ തിരിച്ചു വരും. ഹബീബിനെ കണ്ടില്ലെങ്കിൽ ഞാൻ അധികം കാത്തു നിൽക്കില്ല ഉമ്മ, ഞാൻ തിരിച്ചു വരാം, പൊയ്ക്കോട്ടെ. എന്നാൽ പൊയ്ക്കോ മോനെ. അങ്ങനെയാണ് യമനിൽ നിന്നും മദീനയിലേക്ക് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു വരുന്നത്. ഹബീബിന്റെ വീട്ടിൽ വന്നു. യമനിൽ നിന്ന് യാത്ര ചെയ്തു വന്നു. ഹബീബിനെ കാണുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധത്തിലേക്കോ മറ്റോ പോയ സന്ദർഭമാണത്. ഒരുപാട് ശത്രുക്കൾ ഇസ്ലാമിനെതിരെ ആക്രമണവുമായി വന്നപ്പോ പ്രതിരോധ യുദ്ധങ്ങളാണെന്ന് നടന്നത് എന്ന് സാന്ദർഭികമായി പറയട്ടെ. നിബിതങ്ങൾ കൊല ചെയ്യാൻ വന്നവരല്ല, ഹബീബായ നിബിതങ്ങൾ യുദ്ധം തുടങ്ങി വെച്ചവരല്ല. ഇസ്ലാമിനെ എതിർക്കാനും മുസ്ലിമീങ്ങളെ തുരത്താനും അവരുടെ ജന്മനാടായ മക്ക പോലും ഉപേക്ഷിച്ച് മദീനയിൽ വന്നിട്ട് പോലും അവിടെയും അവരെ നിർത്തില്ല, അവരെ പൊറുപ്പിക്കില്ല എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യാൻ വന്നവരോട് പ്രതികരിക്കാനാണ് നബിതങ്ങൾ പോകുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടുകാരോട് ചോദിച്ചു, ഹബീബെന്ന് തിരിച്ചു വരും. എന്ന് വരുമെന്നറിയില്ല. ഹബീബെന്ന് തിരിച്ചു വരും, എന്ന് വരുമെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. ചിലപ്പോൾ ഒരാഴ്ച, അല്ലെങ്കിൽ ഒരു മാസം, ചിലപ്പോൾ 2 മാസം പറയാൻ കഴിയില്ല. ഉവൈസ് എന്നവർ ആലോചിച്ചു, റബ്ബേ എന്റെ ഉമ്മ, റബ്ബേ നിന്റെ ഹബീബ് റസൂലുള്ളാഹ്, ഹബീബിനെ കാണാൻ ഇവിടെ തന്നെ കാത്തുകിടക്കണോ, അല്ല എന്റെ ഉമ്മ പറഞ്ഞു പെട്ടെന്ന് വരണം, ആ ഉമ്മയെ കാണാൻ തിരിച്ചു പോകണോ? ഉമ്മയെ കാണാം. അല്ലാഹുവല്ലേ പറഞ്ഞത്, അനിഷ്കുർലി വലിവാലിദൈക, എനിക്ക് നന്ദി ചെയ്യണം, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം, അതുകൊണ്ട് തിരിച്ചു പോകാം. അങ്ങനെ മദീനയിൽ നിന്ന് യമനിലേക്ക് തിരിച്ചുപോയി. ഹബീബിനെ കണ്ടില്ല, അതുകൊണ്ട് സ്വഹാബിയായില്ല. ഹബീബിന്റെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് സ്വഹാബിയായില്ല. ഹബീബിന്റെ സുഹ്ബത്ത് ഒരു സെക്കൻഡെങ്കിലും കിട്ടിയില്ല, അതുകൊണ്ട് സ്വഹാബിയല്ല. പക്ഷേ നബിയുടെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹു ദുആക്ക് ഉത്തരം കൊടുത്തില്ലേ? എന്നവർ കൈയുയർത്തിയാൽ ദുആഇന് ഉത്തരമാണ്. എന്ത് ചോദിക്കുന്നു ഉടനെ തന്നെ അല്ലാഹു കൊടുക്കും. എന്തുകൊണ്ടെന്നറിയോ? ലിബിർരിഹി ബി ഉമ്മി, സ്വന്തം ഉമ്മയോട് ചെയ്ത സേവനം കൊണ്ട്, ഉമ്മയോട് ചെയ്ത ബഹുമാനം, ഉമ്മയോട് കാണിച്ച ആദരവ്, ഉമ്മയോട് കാണിച്ച കടപ്പാട് കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മുടെ ന്യൂ ജനറേഷൻ മനസ്സിലാക്കണേ, സ്വന്തം ഉമ്മയെ വാപ്പയെ വിഷമിപ്പിക്കല്ലേ, മനോവിഷമമുണ്ടാക്കി മനസ്സ് തകർത്ത് കണ്ടവരുടെ കൂടെ ഓടിമറയല്ലേ. അവരുടെ ഖൽബിൽ നിന്നുയരുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള പോലെ അവരെ സ്നേഹിക്കുകയും അവരെ ഇഷ്ടപ്പെടുത്തുകയും ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പോലും അല്ലാഹു ഉത്തരം തരും. ആ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഒരു ദിവസം തന്റെ ജീവിതം അവസാനിക്കുകയല്ല, ഒരു ദിവസം സന്ധ്യയാകുമ്പോഴേക്കും എന്തെല്ലാം വീട്ടിലുണ്ടോ എല്ലാം സദഖ ചെയ്യും. അന്ന് വീട്ടിൽ എന്തൊക്കെയുണ്ടോ എല്ലാം സദഖ ചെയ്യും ഉവൈസ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് റബ്ബിനോടൊരു പ്രാർത്ഥന എന്താണ് പറയുന്നത്? അല്ലാഹുമ്മ പടച്ചവനെ, മൻ മാത ജൂഅൻ ഔ ളമഅൻ ഔ ഉരിയൻ ഫലാ തുആഖിദ്നി ബിഹി. അല്ലാഹുവേ, എന്റെ കയ്യിലുള്ള ഭക്ഷണത്തിൽ മിച്ചം വന്നത് ഞാൻ ദാനം ചെയ്തു കഴിഞ്ഞു. എന്റെ വീട്ടിൽ ബാക്കിയുള്ള വസ്ത്രത്തിന്റെ തുണിക്കഷ്ണങ്ങളെല്ലാം ഞാൻ ദാനം ചെയ്തു കഴിഞ്ഞു. അല്ലാഹുവേ, നിന്റെ അടിമകളിൽ ഏതെങ്കിലും ഒരാൾ വിശപ്പ് കാരണം മരിക്കുകയാണെങ്കിൽ, വസ്ത്രമില്ലാതെ വിഷമിക്കുകയാണെങ്കിൽ, അല്ലാഹുവേ നീ എന്നെ ശിക്ഷിക്കരുതേ, എന്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ കൊടുത്തു റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അഅ്തദിറു ഇലൈക മിൻ കുല്ലി ബദനിൻ ആർ. വസ്ത്രം കിട്ടാതെ കഷ്ടപ്പെടുന്നവരെ അല്ലാഹുവേ ഞാൻ ഓർത്ത് വിഷമിക്കുന്നു റബ്ബേ, എന്റെ വേവലാതി നിന്നെ അറിയിക്കുന്നു റബ്ബേ, ക്ഷമാപണം ചോദിക്കുന്നു റബ്ബേ. വകബിദിൻ ദംആ വബത്നിൻ ജായ, ദാഹിച്ചു വലഞ്ഞവർ, ഭക്ഷണം കിട്ടാതെ വിശന്നവർ, അല്ലാഹുവേ അവർ കാരണം നീ എന്നെ ശിക്ഷിക്കരുതേ റബ്ബേ. അല്ലാഹുമ്മ ഇന്നഹു, റബ്ബേ നിനക്കറിയുമല്ലോ, ലൈസ ഫീ ബൈതി മിൻ തആമിൻ, എന്റെ വീട്ടിൽ ഒരു ഭക്ഷണം പോലും ബാക്കി
ബാക്കിയില്ലെന്ന് നിനക്കറിയാം. സിവാ മാ ഫീ ബത്നി, എന്റെ വയറ്റിൽ കിടക്കുന്ന ഭക്ഷണമല്ലാതെ. വഅൻത അഅലം, അത് നിനക്കറിയുമല്ലോ. വലൈസ ലീ ശൈഉം മിനദ് ദുനിയാ, ഐഹികമായ ആർഭാടങ്ങളോ ഐഹികമായ സുഖങ്ങളോ ഒന്നും എന്റെ കയ്യിലില്ല. ഇല്ലാ മാ അലാ ദുഹരി വഅൻത അഅലം, ഞാൻ ധരിച്ച ഈ വസ്ത്രമല്ലാതെ മറ്റൊന്നും എന്റെ കയ്യിലില്ല റബ്ബേ. എന്റെ വീട്ടിൽ എന്റെ വയറ്റിൽ കിടക്കുന്ന ഭക്ഷണമല്ലാതെ എല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് റബ്ബേ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ദാഹിച്ചിട്ടോ വിശന്നിട്ടോ വസ്ത്രമില്ലാതെയോ കഷ്ടപ്പെടുകയാണെങ്കിൽ ഉവൈസിനെ ശിക്ഷിക്കരുതേ റബ്ബേ. ഞാൻ എന്റെ ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട്, ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട് എന്ന് ഓരോ ദിവസവും സന്ധ്യയാകുമ്പോഴേക്കും ദാനം ചെയ്തിരുന്ന മഹാനായ സയ്യിദുൽ താബിഈൻ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു, ദുആഇന് ഉത്തരമുള്ള മഹാൻ. മുഅ്മിനീങ്ങളെ, ഇത്രത്തോളം നമ്മളെ കൊണ്ടായില്ലെന്ന് വരാം, എന്നാൽ തന്നെയും തനിക്ക് അല്ലാഹു നൽകുന്ന നിഅമത്തുകളിൽ സ്വന്തം കുടുംബത്തിന്റെ ചെലവിന് ബാക്കി വെച്ചിട്ടെങ്കിലും എന്തെങ്കിലും അല്ലാഹുവിന് വേണ്ടി, ഇതുപോലെയുള്ള പരിപാടികൾക്ക് വേണ്ടി, നമ്മുടെ മദ്രസകൾക്ക്, പള്ളികൾക്ക്, ദീനീ സംരംഭങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക്, രോഗികളായി കിടക്കുന്നവർക്ക്, ഡയാലിസിസിന് മരുന്ന് കഴിക്കാൻ കഴിയാതെ, ഡയാലിസിസ് ചെയ്യാൻ കഴിയാതെ വിഷമിക്കുന്നവർക്ക്, രോഗികൾക്ക്, യതീമക്കൾക്ക് നമ്മളെ കൊണ്ട് കൊടുക്കാനാവുന്നുണ്ടോ? കൊടുക്കുന്നത് ഈ പറഞ്ഞ രീതിയിലാവുന്നുണ്ടോ? നമ്മുടെ നിഅമത്തിന് തത്തുല്യമായ സ്വതക്ക നമ്മൾ കൊടുക്കുന്നുണ്ടോ? ആലോചിച്ചു നോക്കിൻ. ഹബീബായ നബിയിൽ നിന്ന് പഠിച്ചെടുത്ത സ്വഹാബിമാർ, മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ ഒന്നും കാണാതെ വന്നപ്പോഴാണ് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട്, എന്തേ ഈ വീട്ടിലൊരു സാധനവുമില്ലല്ലോ? അന്ന് അബൂ ഉബൈദ തങ്ങളുടെ വീട്ടിലേക്ക് ഉമർ തങ്ങൾ കടന്നുപോയ കഥ നമ്മൾ ആദ്യം സൂചിപ്പിച്ചു നമ്മുടെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ. ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ചെന്ന് ഷാമിൽ ഒന്നുമില്ല. അതേപോലെ ഒരു അനുഭവം അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, ഗിഫാർ എന്ന ഗോത്രത്തിന്റെ നേതാവാണത്. ഒന്നും വീട്ടിലില്ല. എന്തേ അബൂദറേ, യാ അബൂദർ മാ അറാ ഫീ ബൈതിക മതാഅൻ വലാ അസാസ, എന്തേ ഒരു ഫർണിച്ചറോ ഒരു പാത്രമോ ഒന്നും നിങ്ങളുടെ വീട്ടിലില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അബൂദർ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, ഇന്ന ലനാ ബൈതൻ നുവജ്ജിഹു ഇലൈഹി സ്വാലിഹ മതാഇനാ, നമുക്കൊരു വീടുണ്ട്, ആ വീട്ടിലേക്ക് നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം നാം മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നെ ഈ വീട്ടുകാരൻ ഞങ്ങളോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയുന്നുണ്ട്. പിന്നെ എന്തിനാ ഞാൻ അതെല്ലാം ഇവിടെ വെക്കുന്നത്? ഈ ലോകത്തോട് മരിച്ചു പോകാൻ പോകുന്ന, ലോകത്തോട് വിട പറയാൻ പോകുന്ന അനുഭവത്തെയാണ് അബൂദർ റളിയല്ലാഹു അൻഹു, ഈ വീട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു, ഈ വീടിൽ നിന്ന്, ഈ ലോകത്ത് നിന്ന് യാത്ര പോകാൻ പറയുന്നു, ഇറങ്ങിപ്പോകാൻ പറയുന്നു. അതുകൊണ്ട് എന്റെ വീടിന്റെ ഫർണിച്ചറെല്ലാം ആഖിറത്തിന്റെ വീടിലേക്ക് ഞാൻ മാറ്റിവെച്ചു എന്ന് മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഈ കഷ്ടപ്പാടിലൂടെയാണ് നമ്മുടെ ദീൻ കടന്നു വന്നത് എന്നോർക്കുക. ആ കഷ്ടപ്പാടുകൾ ഓർക്കുമ്പോൾ നമുക്കൊരു വിഷമം, നമ്മുടെ ഖൽബിനുള്ളിൽ ഒരു തേങ്ങലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ചർച്ച നമുക്ക് ഫലപ്പെട്ടു. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.